റമളാനിൽ പിശാചുക്കളെ ചങ്ങലക്കിടും എന്ന് ഉസ്താദ് പറഞ്ഞു. എന്നിരുന്നാലും ധാരാളം ആളുകൾ എപ്പോഴും തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത് ഏത് പിശാചിൻ്റെ വലയിൽ വീണിട്ടാണ്? റമളാനിൽ പിശാചിനെ ചങ്ങലക്കിടും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോകത്തുള്ള എല്ലാ പിശാചുക്കളെയും അള്ളാഹു പിടിച്ച് ചങ്ങലക്കിടും എന്നതല്ല. മുഹദ്ദിസീങ്ങൾ പറയുന്നത് റമളാനിൽ ചങ്ങലക്കിടുന്നത് പിശാചുക്കളിൽ തന്നെ ഏറ്റവും വലിയ മുരട് കാണിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പിശാചുക്കളുണ്ട്, അവരെ റമളാനിൽ ചങ്ങലക്കിടുമെന്നാണ്. ബാക്കിയുള്ള ചെറിയ ചെറിയ പിശാചുക്കൾ അവരിങ്ങനെ ലോകത്ത് റമളാനിലും സഞ്ചരിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് മനുഷ്യർ റമളാനിലും തെറ്റ് ചെയ്യുന്നത്. അതൊന്ന്. രണ്ടാമത്തെ അഭിപ്രായം പറയുന്നത് ഈ മനുഷ്യ ശരീരത്തിലേക്ക് പിശാച് ഒരു പൈശാചികമായ ചിന്ത ഇട്ട് കൊടുത്താൽ, ഇപ്പോൾ വ്യഭിചാരത്തിലേക്ക്, കള്ളിലേക്ക്, പലിശയിലേക്ക്, മറ്റെന്തെങ്കിലും അനാശാസ്യങ്ങളിലേക്ക് ഒരു അടുപ്പവും ചിന്തയും പിശാച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, പിശാചിനെ ചങ്ങലക്കിട്ട് കഴിഞ്ഞാലും ഈ ഒരു രുചി ഈ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാവും, ഈ ഒരു സുഖം മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാവും. അവനത് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു പ്രാവശ്യം പിശാച് കാര്യമായിട്ട് അതിൻ്റെ എഫക്റ്റ് അവൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ സ്വാഭാവികമായും അതിങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കും. അവൻ അന്നേരം വഴിതെറ്റിക്കുന്നതിനും വഴിപിഴപ്പിക്കുന്നതിനും ഒരു പിശാച് വരണമെന്നോ പിശാച് ബന്ധപ്പെടണമോ ഒന്നുമില്ല. അപ്പോൾ പിശാചിനെ റമളാനിൽ ചങ്ങലക്കിട്ടിട്ട് പിന്നെ എങ്ങനെയാണ് മനുഷ്യർ റമളാനിൽ തെറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ രണ്ട് അഭിപ്രായമാണ് അതിന് പറയാനുള്ളത്. ഒന്ന്, ഈ ചങ്ങലക്കിടുമെന്ന് പറഞ്ഞത് വലിയ വലിയ പിശാചുക്കൾ, വലിയ പ്രശ്നങ്ങൾ കാണിക്കുന്ന പിശാചുക്കളെ ചങ്ങലക്കിടുന്ന മാസമാണ് റമളാൻ. ചെറിയ ചെറിയ പിശാചുക്കളെ റമളാനിലും സഞ്ചരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു കൊടുക്കുന്നതാണ്. രണ്ടാമത്തെ അഭിപ്രായം എന്ന് പറയുന്നത് ഈ പിശാചിനെ മുഴുവനും ചങ്ങലക്കിടും, ഒരു പിശാചും ഉണ്ടാവില്ല. പക്ഷേ എന്തുകൊണ്ട് മനുഷ്യൻ തെറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, നേരത്തെ പൈശാചികമായി ഇവന് കൊടുത്തിരിക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. വ്യഭിചാരത്തിൻ്റെയും കള്ളിൻ്റെയും പലിശയുടെയും മറ്റ് അനിസ്ലാമിക പ്രവണതകളുടെയും ഒരു എഫക്റ്റ് ഉണ്ട്. ആ എഫക്റ്റ് പിശാച് വരാതെ തന്നെ ഇവൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നിടത്തോളം കാലം റമളാൻ ആണെങ്കിലും അല്ലെങ്കിലും അതുകൊണ്ട് അവൻ സ്വാഭാവികമായും തെറ്റുകൾ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഈ ചങ്ങലക്കിടുക എന്ന് പറഞ്ഞിട്ടും മനുഷ്യർ തെറ്റ് ചെയ്യുന്നത് എന്ത് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത്. ഇങ്ങനെ ഈ രണ്ട് സംഭവം ലോകത്ത് നടക്കുന്നത് കൊണ്ടാണ്. ഏതായാലും അള്ളാഹു ശപിക്കപ്പെട്ട പിശാചിനെ തൊട്ട് നമ്മെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.